ഹായ്, എൻ്റെ പേര് ശ്രേയ. ഞാൻ ഗുണ്ടൽപേട്ട എന്നാണ് വരുന്നത്. ഞാൻ പഠിക്കുന്ന കോഴ്സ് BNYS ബാച്ചുലർ ഓഫ് നാച്ചുറോപ്പത്തി ആൻഡ് യോഗിക് സയൻസ് ജി മാദേഗൗഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറോപ്പത്തി ആൻഡ് യോഗിക് സയൻസ് എന്ന് പറഞ്ഞ കോളേജിലാണ് പഠിക്കുന്നത്. നാച്ചുറോപ്പതി എന്ന് പറഞ്ഞിട്ട് കുറേ പേർക്ക് കോൺസെപ്റ്റ് അറിയില്ല. നാച്ചുറോപ്പതി എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രഗ്ലെസ് മെഡിസിൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരാളെ ഹീൽ ചെയ്യുക, ട്രീറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വന്നിട്ട് 5.5 വർഷമാണ്. 4.5 വർഷം വന്നിട്ട് നമ്മൾ പഠിക്കും, പിന്നെ 1 വർഷം ഇൻറ്റേൺഷിപ്പ് ആയിരിക്കും. നമ്മൾ ഓൾ ഓവർ ഇന്ത്യ വന്നിട്ട് നമുക്ക് ഇൻറ്റേൺഷിപ്പ് അവർ ഇട്ട് തരും. പിന്നെ നമുക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ മെഡിസിന് നമ്മൾ ഒരു മെഡിസിൻ ഇപ്പോൾ എല്ലാവരും അലോപ്പത്തി കൂടുതൽ ഉപയോഗിച്ചിട്ട് കൂടുതൽ സൈഡ് എഫക്ട്സ് ആയിരിക്കും ആകുന്നത്. പക്ഷേ നമ്മൾ ഈ നാച്ചുറോപ്പത്തി എന്ന് പറയുമ്പോൾ കുറച്ച് ലീസ്റ്റ് സൈഡ് എഫക്ട്സ് ആയിരിക്കും. അപ്പം നമ്മളിതിൽ റേക്കി, മഡ് തെറാപ്പി, അങ്ങനെ ക്രോമോതെറാപ്പി, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ വന്നിട്ട് നമ്മൾ ചെയ്ത് ഒരാളെ എങ്ങനെ ഹീൽ ചെയ്യണം എന്നുള്ളതാണ്. എൻ്റെ കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ആംബിയൻസ് ഉണ്ട്. പിന്നെ ടീച്ചേഴ്സൊക്കെ ഫ്രണ്ട്ലി ആണ്. ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പം നമുക്ക് കേരളക്കാർക്ക് ഇവിടുത്തെ കർണാടക ഫുഡ് പറ്റൂല എന്നുണ്ടാവും ഒരു ചിലർക്ക്. പക്ഷേ ഇവിടെ വന്നിട്ട് കേരള ഫുഡ്, കർണാടക ഫുഡ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് മെസ്സ് ഉണ്ട്. പിന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് നല്ലതാണ് എന്നൊക്കെ പറയാം. ഹായ്, എൻ്റെ പേര് ഫാത്തിമ ലുഹിയ എന്നാണ്. ഞാൻ ഇവിടെ ഭാരതി കോളേജിൽ ഫസ്റ്റ് ഇയർ BSc RDT ആണ് പഠിക്കുന്നത്. ഇവിടെ RDT എന്ന് വെച്ചാൽ നമുക്ക് റീനൽ ഡയാലിസിസ് ടെക്നോളജിയാണ്. ഇതിവിടെ 4 ഇയർ കോഴ്സാണ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. മൊത്തം അലൈഡ് ഹെൽത്ത് സയൻസിൽ നമുക്കിവിടെ മൊത്തം 5 ഡിപ്പാർട്ട്മെൻറ്റാണുള്ളത്. ഈ 5 ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് 4 ഇയേഴ്സാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. 1 ഇയർ ഇൻറ്റേൺഷിപ്പും 3 ഇയർ കോഴ്സാണ് നമുക്കിവിടെ ഉള്ളത്. പിന്നെ ഫസ്റ്റ് ഇയർ നമുക്കിവിടെ 5 സബ്ജക്ട്സാണ് ഉള്ളത്. പിന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനനുസരിച്ച് നമുക്ക് സെക്കൻഡ് ഇയറും തേർഡ് ഇയറും നമുക്ക് സബ്ജക്ട്സ് ഒക്കെ വാരി ചെയ്യും. പിന്നെ ഇവിടെ ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ആയിട്ട് ഹോസ്റ്റലുണ്ട്. പിന്നെ നമുക്ക് ഫുഡാണെന്നുണ്ടെങ്കിലും കേരള മെസ്സുണ്ട്, കർണാടക മെസ്സുണ്ട്. നമുക്ക് ഏതാ വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഫാക്കൽറ്റീസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഫ്രണ്ട്ലി ആയിട്ടാണ് നമുക്ക് ഇവിടെ ഉള്ളത്. പിന്നെ എല്ലാ സബ്ജക്ട്സിനും നമുക്കിവിടെ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും കമ്പനിയാണ്. ഇവിടെ കോളേജും അത്യാവശ്യം ആംബിയൻസും കാര്യങ്ങളും ക്യാമ്പസും എല്ലാം സെറ്റാണ്. മൈസെൽഫ് അലക്സ് വർഗീസ്. ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ജി മാദേഗൗഡ കോളേജ് ഓഫ് ഫിസിയോതെറാപ്പി സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഓൾറെഡി ഫിസിക്സ് ഗ്രാജുവേറ്റ് ആണ്. 3 കൊല്ലത്തെ BSc ഫിസിക്സ് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ ഫിസിയോതെറാപ്പിക്ക് ഒന്ന് ജോയിൻ ആവുന്നത്. ഫിസിയോതെറാപ്പിയിൽ എനിക്കൊരു ചെറിയ സ്കില്ലുണ്ട് എന്ന് റിയലൈസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു കോഴ്സ് ഓപ്റ്റ് ചെയ്യുന്നത്. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഇതുവരെ ഒരു ഹോം സിക്നെസ് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഇവിടുത്തെ ഒരു ആംബിയൻസ്, ഇവിടുത്തെ ടീച്ചേഴ്സ്, ഇവിടുത്തെ പ്രിൻസിപ്പൾ എല്ലാം മലയാളീസാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സപ്പോർട്ട് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഹോസ്റ്റൽ സൗകര്യങ്ങളാണെങ്കിലും ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത് ഇതുവരെ. അപ്പോൾ അവിടുത്തെ ഫുഡാണെങ്കിൽ നമുക്ക് കേരള മെസ്സ് ഉണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പറഞ്ഞ് അത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. സ്ട്രിക്റ്റ് ആക്ഷൻ ഇവിടുന്ന് ഉടനടി ഉണ്ടാവും. അപ്പോൾ ആ ഒരു സപ്പോർട്ടാണ് നമുക്ക് ഈ കോളേജ് തരുന്നത്. സ്പോർട്സ് ഐറ്റംസിലാണെങ്കിലും ലാബ് ഫെസിലിറ്റീസിലാണെങ്കിലും നമുക്കെല്ലാം ഫുള്ളി എക്യുപ്ഡ് ആണ്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്.